എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ ഈ വിജയകുമാറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഈ വിജയകുമാറും ഞാനുമായിട്ട് ഞങ്ങൾ തമ്മിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സൗദിയിലെ ഒരു 4-4.5 വർഷക്കാലം 93 മുതൽ 97 98 വരെ എൻ്റെ 4 വർഷക്കാലം ജോലി ചെയ്ത ആളാണ്. വിജയകുമാർ എന്ന് പറഞ്ഞാൽ അതീവ ബുദ്ധിമാനാണ്. അയാളെ ഒന്നും സാധാരണക്കാരൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. ബിസിനസ്സിൻ്റെ കാര്യത്തിലാണേലും ബുദ്ധിയുടെ കാര്യത്തിലാണേലും വളരെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പുള്ളിയുടെ 5 പൈസ ഒരാൾക്ക് നഷ്ടപ്പെടില്ല. പുള്ളിയുടെ കൊടുക്കത്തില്ല. പക്ഷെ പുള്ളി വേറെ മൈൻഡുണ്ട്. പുള്ളിക്ക് വേറെ ആരുടെ പൈസ വേണ്ടതാനും. പുള്ളി അങ്ങനെ ആരുടെയും ഇല്ല. പക്ഷേ കച്ചവടം ചെയ്യുന്നതിന് 100-150% ലാഭം എടുത്ത് കച്ചവടം ചെയ്തുള്ളൂ. അങ്ങനെ സൗദിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു 2002 വരെ അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്തു. പുള്ളി ബഹ്റിനിലേക്ക് മാറി. അത് കഴിഞ്ഞൊന്നും പിന്നെ ക്ലച്ച് പിടിച്ചില്ല. ഇയാളുടെ വൈഫ് ഡോക്ടറായിരുന്നു. അവിടുത്തെ ഒരു ഗവൺമെൻറ് സർവീസിൽ ഡോക്ടറായിരുന്നു. അവർ റിട്ടയർ ചെയ്ത് പോന്നു കഴിയുമ്പോൾ ഫാമിലി എല്ലാം ഇങ്ങ് പോന്നു. അത് 96 അവർ പോകുന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇയാൾ ബാച്ചിലറായിട്ടാണോ താമസിച്ചിരുന്നത്. ഇയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ്, ഫിലിപ്പീൻ ഫുഡ്, തായ്ലൻഡ് ഫുഡ്, അറബി ഫുഡ് സ്റ്റഫായിരുന്നു ഇയാൾക്ക്. ഞങ്ങൾ 3-4 സെയിൽസ്മാൻമാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ലാഭത്തിൽ നല്ല ഇതിലാണ് ചെയ്തത്. ആ സമയത്തൊക്കെ ബിസിനസ് മോശമായി പുള്ളി ബിസിനസ് മോശമായ സമയത്ത് പുള്ളി ബിസിനസ് നിർത്തി പോന്നു. ആളെ സംബന്ധിച്ച് നല്ലൊരു 6 അടി ഹൈറ്റ് ഉണ്ട്. നല്ല ബുദ്ധിമാനാണ് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ പറയുന്ന ഈ ആസാമീനെ കൊണ്ടൊന്നും പുള്ളിയുടെ ഒരു വിരളെ പിടിക്കാൻ പറ്റത്തില്ല. ആള് നല്ല ആരോഗ്യവാനാണ്. ആള് നല്ല ഡയറ്റിങ്, നല്ല ഫിസിക്കലായിട്ട് നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ബോൾഡാണ് അദ്ദേഹത്തിൻ്റെ ബോഡി. അതിനകത്ത് കൂടെ ആളുണ്ടാവും, അതെന്തോ നമുക്കറിയില്ല. പക്ഷേ വിജയനെ സംബന്ധിച്ച് ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പൈസ ഉണ്ടാക്കാൻ അറിയാവുന്നവനാണ്. പൈസ ഇഷ്ടം, അന്ന് തന്നെ പൈസയുണ്ട്, അന്ന് തന്നെ നല്ല പൈസയുണ്ട്. അങ്ങോട്ട് ഉണ്ടാക്കിയ പൈസയാണ്. എൻ്റെ ഒരു 2008 വരെ അവിടെ ഉണ്ട്, എനിക്കറിയാം. പുള്ളി ആദ്യം അവിടെ ഒരു കമ്പനിയിൽ ചെറിയ ജോലിക്ക് വന്നാണ്. അവിടെ നിന്നുകൊണ്ട് ആ വാർ ടൈമിലാണ് പുള്ളി അവിടെ ജോലി ചെയ്തുകൊണ്ട് മറ്റ് ബിസിനസ് ചെയ്ത് ആ വാർ ടൈമിൽ ചില 2-3 സ്പെഷ്യലൈസ് അവിടെ ബാൻഡായിട്ട് 2-3 സാധനങ്ങൾ വിറ്റാണ് പുള്ളി പൈസ ഉണ്ടാക്കിയത്. അതായത് ബീഡി, സിഗരറ്റ്, തമ്പാക്കു അങ്ങനെയുള്ള സാധനങ്ങൾ ഈ പട്ടാളക്കാർക്ക് സപ്ലൈ ചെയ്ത് ബീഡിയിലാണ് പുള്ളി അവിടെ നിന്ന് കാശ് കയറിപ്പോകുന്നത്. അത്രമാത്രം ബീഡി കച്ചവടവും ബീഡി സിഗരറ്റൊക്കെ വിറ്റാണ്. പിന്നെ ചിക്കൻ സോസേജ് അങ്ങനെയുള്ള ചില റെയറായിട്ടുള്ള ചില സാധനങ്ങൾ ആ സമയത്ത് പട്ടാളക്കാരൊക്കെ അങ്ങനെ ഒരിടത്ത് സാധനം കിട്ടാനില്ല. പുള്ളി എടുത്ത് 100-300 രൂപ വിലയ്ക്കാണ് പുള്ളി കൊടുത്തത്. അങ്ങനെ അമിത ലാഭം എടുത്ത് പുള്ളി പൈസ ഉണ്ടാക്കിയതാണ്. അത് വളരെ ബുദ്ധിമാനാണ്. പുള്ളിനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. പുള്ളിക്ക് പ്രോപ്പർട്ടി അന്ന് തന്നെ നല്ല സാമ്പത്തികമായി നല്ല ഇതിലാണ് പുള്ളി അവിടെ നിന്ന് പോരുന്നത് തന്നെ. പിന്നെ ഈ പറയുന്ന നമ്മുടെ ജെയിംസ് പറഞ്ഞ പുള്ളി മറ്റുള്ള ആളുകളുമായിട്ട് പുള്ളിക്ക് അങ്ങനെ കണക്ഷനൊന്നുമില്ല. പുള്ളി സൗദിയിൽ വെച്ച് തന്നെയാണേലും ചുരുക്കം 1-2 വ്യക്തികളുമായിട്ടുള്ളൊരു കണക്ഷനുള്ളൂ. അല്ലാതെ തൊട്ടടുത്തുള്ള കടക്കാരുമായിട്ട് പോലും പുള്ളിക്ക് യാതൊരു ഇതില്ല. പുള്ളിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇടവും വലമൊന്നും തിരിയത്തില്ല. പുള്ളിക്ക് അങ്ങനെ വേറെ ആരുമായിട്ടുള്ളൊരു കമ്മില്ല. രാവിലെ ഓഫീസുണ്ട്, കടയുണ്ട്. ഓഫീസിലും കടയിലും വരുന്നു, അത്ര തന്നെയുള്ളൂ. അതല്ല അങ്ങനെ ആഘോഷമായിട്ടോ അങ്ങനെ ലാവിഷ ജീവിതമൊന്നും അല്ലായിരുന്നു. ഒരു ഷർട്ടൊക്കെ പുള്ളി ഒരു ഷർട്ട് 3 ദിവസം ഇടുന്നത്. മറ്റുള്ളവരെ പോലെ ഞാൻ ആർഭാടമായിട്ടുള്ളൊരു ലൈഫ് അല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നത്. പുള്ളി ആ ഒരു ജീൻസും ഒരു ഷർട്ടും കൂടെ ഒരാഴ്ച 2 പാൻറ്റും 2 ഷർട്ടും എടുത്തുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു പുള്ളി ലൈഫ് സ്റ്റൈല്. പക്ഷേ പൈസ ഉണ്ടാക്കിയത്. പിന്നെ നാട്ടിൽ ഉള്ള അച്ഛനും അനിയനും കൂടെ കൂടി ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഈ കുടംപുളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് പാക്ക് ചെയ്ത് അങ്ങോട്ട് കയറ്റി വിടും. അങ്ങനെ അതവിടെ വിൽപ്പനയായിരുന്നു. അങ്ങനെ മസാലയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്ന സാധനം അവിടുന്ന് ഞങ്ങളതൊക്കെ വിൽക്കുന്നത് അങ്ങനെ ചെയ്യുമായിരുന്നു. തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇമ്പോർട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫിലിപ്പീൻ ഫുഡൊക്കെ ഇമ്പോർട്ട് ചെയ്ത് ഇതിനകത്തൊക്കെ നല്ല ലാഭം എന്ന് പറഞ്ഞാൽ കൊള്ള ലാഭമായിരുന്നു തന്നെ. പിന്നെ വേറെ കാര്യം വെച്ചാൽ മറ്റുള്ളവരുടെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങൾ, റെയർ ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടും. ദുബായിൽ നിന്നൊക്കെ പുള്ളി കൊണ്ടുവരും. ഈ നീലപ്രങ്കാതി അന്നൊക്കെ പുള്ളിയെടുത്തേ ഉള്ളൂ. അതൊക്കെ വേറെ ആരുടെ അടുത്തുനിന്ന്. പിന്നീട് ഇപ്പം എല്ലാവരുടെ അടുത്തുമായി. ഈ നീലപ്രങ്കാതി എണ്ണ, ധന്വന്തരം കുഴമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്കൊക്കെ കൊണ്ടുവന്ന് പരിചയമില്ലാത്ത സാധനങ്ങളൊക്കെ അതൊക്കെ മേടിക്കാൻ വേണ്ടി തന്നെ ആളുകൾ വരുമായിരുന്നു. നാട്ടിൽ നിന്ന് ശർക്കര, അവരുടെ ശബരി എന്നായിരുന്നു അതിൻ്റെ പേര്. ശബരി, തേയില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനം, കുടംപുളി, പുളി, പപ്പടം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുവന്ന് അത് അവിടെ സപ്ലൈ ചെയ്യുമായിരുന്നു. ഞാൻ ഈ സാമ്പത്തിക കാര്യത്തിൽ പറയാൻ കാരണം എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് 4-5 മാസമായപ്പോഴേക്കും എൻ്റെ ഒരു ദിവസത്തെ കളക്ഷൻ ഏകദേശം 40,000 റിയാൽ ഉണ്ടായിരുന്നു. അത് റൂമിലുള്ളവൻ തന്നെയാണ് കട്ടുകൊണ്ട് പോയി. എനിക്കന്ന് അവിടെ ചെന്ന് ഭാഷ കാര്യങ്ങളൊന്നും അറിയില്ല.
പുള്ളി അന്ന് പുള്ള സഹോദരിയുടെ കല്യാണത്തിന് നാട്ടിലാണ്. പുള്ളി ഫോൺ ചെയ്ത് വന്നു, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എല്ലാം പറഞ്ഞു. പുള്ളിക്ക് പോലീസിലൊക്കെ പോകാൻ പേടിയാണ്. പുള്ളി ഒരു ഹിന്ദുവാണ്, അവിടെയും മുസ്ലിങ്ങളുടെ ഒരു ഇതുള്ളതുകൊണ്ട് പുള്ളി പോലീസ് സ്റ്റേഷനൊക്കെ വളരെ വളരെ വിരളമായിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ പുള്ളി എന്നെ തന്നെ പിടിച്ചു. അപ്പോൾ അവസാനം പിടിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി. ഞാൻ മനസ്സാവാചം അറിഞ്ഞിട്ടില്ല. കൂടുതലുള്ളവൻ തന്നെ പൈസ എടുത്തെന്ന് പിന്നീട് തെളിഞ്ഞു. അവനൊക്കെ പുള്ളി രക്ഷപ്പെടുത്തി വിടുകയും ചെയ്തു. പക്ഷേ എന്നെ കൂടെ 2-2.5 കൊല്ലം പുള്ളി ജോലി ചെയ്ത് എൻ്റെ ഈ പൈസ 40,000 റിയാൽ പുള്ളി അവിടെ വാങ്ങിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ ശമ്പളം തരുന്നുണ്ട്, കമ്മീഷൻ തരുന്നുണ്ട്, എൻ്റെ പൈസ എനിക്ക് വേണം, നിങ്ങളുടെ പൈസ ഞാൻ ഒരു പൈസയും തരാം. കറക്റ്റ് സാലറി കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു, അതിനൊന്നും ഒന്നും പറയാനില്ല. അപ്പോൾ പുള്ളി ആ സാധാരണ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് വെച്ച് പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് 40,000 റിയാലും കളക്ട് ചെയ്തു. ആർക്കും ഒരു 5 പൈസ വെറുതെ കൊടുക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, അങ്ങനെയുള്ള ഒരു ബോണസ്, ഒരു പെരുന്നാൾ, ഒരു ഈദ് വരുന്ന സമയത്തൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യില്ല. ആ ശമ്പളം എത്രയാണോ അത് കൊടുക്കും, കറക്റ്റായിട്ട് കൊടുത്തോളൂ, അത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു പുള്ളി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സെയിൽസ്മാനായിട്ടൊരു 4-4.5 വർഷക്കാലം ജോലി ചെയ്തതാണ്. ഞാൻ എന്തിനു പറയണത്, ഞാൻ പോകുമ്പോൾ എൻ്റെ വിസയ്ക്ക് പുള്ളിയുടെ കമ്പനിയിലേക്ക് പുള്ളി കൊണ്ടുപോകുന്നതിന് അന്ന് 93-ൽ 40,000 രൂപ ഞങ്ങൾ 6 പേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട്, 8 പേര്. പുള്ളി ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് ബാലൻ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്ത് ഞങ്ങൾ 8 പേരെ സെലക്ട് ചെയ്തു. 8 പേരെ സെലക്ട് ചെയ്ത് 8 പേരോട് അന്ന് പുള്ളി 40,000 രൂപ പുള്ളി വാങ്ങിച്ചു. 40,000 രൂപ പുള്ളിയുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് പുള്ളി 40,000 രൂപ വാങ്ങിച്ചു. പുള്ളി മീൻസ് ട്രാവൽസുകാരനെ കൊണ്ട്, ബാലൻ എന്ന് പറഞ്ഞ ഒരുത്തനായിരുന്നു അവിടുത്തെ, അനിൽ എന്ന് പറഞ്ഞവനായിരുന്നു ബാലൻ അസോസിയേറ്റ്സിൻ്റെ ഇതായിരുന്നില്ല. അവൻ ഒരു കൊല്ലമായപ്പോഴേക്കും കാറിടിച്ച് അവൻ ആ കാർ ആക്സിഡൻ്റ് അവൻ മരിച്ചുപോയി. അപ്പോൾ പുള്ളിയും കൂടെ ഇരുന്നാണ് ഇൻ്റർവ്യൂ ചെയ്താണ്ട് 40,000 രൂപ അന്ന് സർവീസ് ചാർജ് വാങ്ങിച്ചു. അതാണ് വിജയകുമാർ. ഞാൻ പറഞ്ഞില്ലേ, പൈസയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. മീൻസ് എന്ന് പറഞ്ഞാൽ പൈസ ലാഭമുള്ള എന്ത് ബിസിനസ്സും പുള്ളി ചെയ്യും. പക്ഷെ ആരെയും അവിടെ മറ്റു രീതിയിലൊന്നും ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ മക്കളൊക്കെ അവിടെ വെച്ചാണ് പഠിച്ചത്. അന്ന് ചെറുപ്രായമായിരുന്നു. ഇവരൊക്കെ വെള്ളിയാഴ്ച ദിവസം അവരെ അവിടെ കടയിൽ കൊണ്ടുവരുമായിരുന്നു, ഈ മകനെയും മകളെ. പിന്നെ അവസാനമായപ്പോൾ പുള്ളിയുടെ ഒരു അളിയൻ, ഈ മീരയുടെ ആങ്ങള ജയൻ എന്ന് പറഞ്ഞവനെ അവിടെ കുറേ കാലം കൊണ്ടു നിർത്തി. അവൻ നല്ല ഡബിൾ MA PhD ഒക്കെ കഴിഞ്ഞ് ഭയങ്കര നല്ല വിദ്യാഭ്യാസമുള്ളവനാണ്. അവന് ജോലിയൊന്നുമില്ല. അവനിവിടെ കൊണ്ടുവന്ന് നിർത്തി, വെറുതെ കടയിൽ കൊണ്ടു നിർത്തി. ഒരു സാധു മനുഷ്യനാണ്. അങ്ങനെ അവസാന സമയത്ത് ജയനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുള്ളി ഒരു ജീനിയസ് ആയിരുന്നു. അങ്ങനെ ആരോടും ഒന്നും, ഒരു ബുദ്ധിജീവിയായിട്ട് ഇങ്ങനെ ആരോടും അങ്ങനെ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. തമിഴാണ് പുള്ളിക്ക്, മലയാളമൊന്നും അത്ര അറിയില്ല. ഈ മീരയും ഒക്കെ തമിഴ്നാട്ടിലാണ് വളർന്നു വന്നത്. എനിക്ക് കൂടുതൽ അറിയില്ലെങ്കിലും ഈ ബ്രദർ ഒരു അനിയനുണ്ട്, അതെനിക്കറിയാം. പിന്നെ സഹോദരിയുണ്ട്. സഹോദരിയെ കെട്ടിയ ഭർത്താവിൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. പുള്ളീനെ അവിടെ കൊണ്ടുവന്നു. പുള്ളി അവിടെ കുറച്ചു കാലം അവിടെ ഷോപ്പിൽ ഇരുത്താനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സഹോദരി ഉണ്ട്, അനിയനുണ്ട്. അനിയനുമായിട്ടൊന്നും എനിക്ക് തോന്നുന്നത് അത്ര നല്ല ഒരു ഡീലല്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നത്. വെച്ചാൽ ചെയ്യുന്ന പുള്ളിയുടേതായ ഒരു ഹെൽപ്പൊന്നും അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. പിന്നെ പുള്ളിക്ക് ഈ അന്ധവിശ്വാസങ്ങൾ കുറേ അതിൻ്റെ ഒരാളാണ്. ഈ പൂജയ്ക്കും ഇതിനുമൊക്കെ അവിടെ എവിടെ എന്തുണ്ടെങ്കിലും ഈ കൂടോത്ര എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമൊക്കെ അവിടെ ഇരുന്ന് പറയാറുണ്ട്. കടയിരുന്ന് വന്നിരുന്ന് പറയും. അവിടെ ചെന്ന് അയാൾ എങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഇന്ദ്രപ്രസ്ഥം എടുത്തതിനകത്ത് ഒരു കഥ അന്ന് അവിടെ ഞങ്ങളവിടെ, എനിക്ക് തോന്നുന്നത് 96 ആണെന്ന് എനിക്ക് തോന്നുന്നു വർഷം. അതായത് ഈ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഓണർ ഒരു ഫൈനാൻഷ്യലി ഭയങ്കര ഇഷ്യൂ ആയിട്ട് നിന്ന സമയത്ത്, അങ്ങനെ നിന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ജപ്തിയായി. അന്നൊരു ലോഡ്ജായിരുന്നു അത്. ആ ലോഡ്ജ് ഇയാൾക്ക്, ഈ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഓണർ, അയാൾ 2 മക്കളുണ്ടായിരുന്നു. അവർ 2 പേരും പിഴയായിരുന്നു. അപ്പോൾ ഇത് നടന്ന് മൊത്തം കടവും കടത്തിൻ്റെ ഇതുമായി. അവസാനം ബാങ്ക് ജപ്തിക്ക് വെച്ചപ്പോൾ ഇയാളതറിഞ്ഞു കഴിഞ്ഞ് ചെന്ന് അന്ന് കടയിൽ അവിടെ വെച്ച് സംസാരിച്ച വിവരങ്ങളാട്ടോ, ഞാൻ അങ്ങനെ അറിഞ്ഞത് അവിടെ വെച്ച്. അങ്ങനെ ഇപ്പോൾ ഇയാൾ അവിടെ ചെന്നിട്ട് ഇയാൾക്ക്, ഈ ഓണർക്ക് 5 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് 95-ൽ 5 ലക്ഷം രൂപ കൊടുത്ത് അവരുടെ ഇതാക്കി. എന്നിട്ട് ഈ ബാങ്കിൻ്റെ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തു. അങ്ങനെ നിസ്സാര പൈസയ്ക്ക് ബാങ്കിൻ്റെ ഈ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തിട്ട് ഈ ഇന്ദ്രപ്രസ്ഥം വാങ്ങിച്ചിട്ടാണ് പിന്നെ പുള്ളി അത് പൊളിച്ചിട്ടാണ് ഈ ഓഡിറ്റോറിയമായിട്ട് പണിത്. അതൊക്കെ അന്നത്തെ കാര്യങ്ങൾ നമുക്ക് അത്ര അറിയാം. 4 വർഷക്കാലം നമ്മൾ കൂടെ നിന്ന ആളാണ്. സ്ഥാപനത്തിൻ്റെ ഒരു ഓണറെ സംബന്ധിച്ച് അന്ന് ഞങ്ങളവിടെ 12 പേരുണ്ടായിരുന്നു ഉള്ള ജോലിക്കാരായിട്ട്. ഈ 12 പേരെയും പുള്ളി 12 ധ്രുവത്തിൽ നിർത്തുകയുള്ളൂ. ജോലിക്കാരെ തമ്മിൽ എന്തെങ്കിലും
പുള്ളി അവസാനം കൈ കഴിയും. ഈ 12 പേരെയും തമ്മിൽ ഒരുമിച്ച് 2 പേരും കൂടെ 1 മണിക്കൂർ ഇരുന്നാൽ അടുത്ത മണിക്കൂറിൽ അവർ 2 പേരും പുള്ളി അടുപ്പിച്ചിരിക്കും. ഞാൻ പറഞ്ഞ സാർ മനസ്സിലാക്കണമല്ലോ. അതായത് ഒരിക്കലും ജോലിക്കാർ തമ്മിൽ ഒരു കമ്പനി ആവാനോ ഒരുമിച്ച് നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പുള്ളി അനുവദിച്ചിരുന്നില്ല. പുള്ളിയുടെ ഏറ്റവും വിശ്വസനായിട്ട് തൃശ്ശൂരുകാരൻ മാളക്കാരൻ ഒരു ഗോപി എന്ന് പറഞ്ഞ ഒരുത്തുണ്ടായിരുന്നു. അവസാനം പോരുന്ന സമയത്ത് കടയൊക്കെ ക്ഷയിച്ചു പോയായിരുന്നു. അവനെ ഏൽപ്പിച്ചവൻ അവസാനം അവനടുത്ത് മുങ്ങു ചെയ്ത്. അവൻ ഏതാണ്ട് 1 കൊല്ലോ 2 കൊല്ലോ കിടന്ന് അവിടെ നല്ല പൈസ ലക്ഷങ്ങൾ അവിടെ കൊടുക്കാനുണ്ട് സൗദിയിൽ. അവൻ അവിടുന്ന് മുങ്ങിപ്പോയത്. എനിക്ക് അതിനിടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അവിടെ വെച്ച്, വണ്ടി വെച്ച്. ഒരു സൗദി പയ്യൻ വന്ന് ഞങ്ങളുടെ ട്രക്കിൻ്റെ ഇടിച്ചിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ മരിച്ചുപോയി. അപ്പോൾ അതിനകത്തൊന്നും പുള്ളിയുടെ ഭാഗത്തുനിന്നൊന്നും ഒരു സപ്പോർട്ടും നമുക്ക് കിട്ടിയില്ല. ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അതോടുകൂടി നമ്മളവിടെ നിന്ന് ഉപേക്ഷിച്ച് എനിക്ക് വലിയ ഇതൊന്നും ഇഞ്ചുറി ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇതൊന്നുമില്ല. ഞാൻ പിന്നെ പറഞ്ഞ് എനിക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടുന്ന് ഫൈനൽ എക്സിറ്റ് അടിച്ച് പോരും ചെയ്ത്. ഞാൻ ഈ ചാനൽ സ്ഥിരം കേൾക്കുന്ന ഒരു വ്യക്തികൾ കൂടിയാണ്. ഈ പുള്ളിക്ക് വെച്ചാൽ പബ്ലിക്കായിട്ടൊന്നും യാതൊരു കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇലക്കമൊക്കെ ആയിട്ട് അത് പുള്ളി അവിടെ സൗദിയിലായിരുന്ന സമയത്താണെങ്കിലും ശരി അങ്ങനെ ആരുമായിട്ടും പുള്ളിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്ന വ്യക്തിയല്ല.